DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച ഇന്ത്യൻ റെയിൽവേയുടെ നടപടി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. മെയിൽ, എക്സ്പ്രസ് വിഭാഗങ്ങളിലെ നോൺ AC, AC കോച്ചിലെ നിരക്കുകൾ കിലോമീറ്ററിന് 2 പൈസയാണ് ഉയരുക. നോൺ AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപ അധികം നൽകേണ്ടി വരും. ഓർഡിനറി നോൺ AC സർവീസുകൾക്ക് വ്യത്യസ്ത ദൂര സ്ലാബുകളിലായാണ് നിരക്കുകൾ പരിഷ്കരിച്ചിരിക്കുന്നത്. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ഓർഡിനറി ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിപ്പിച്ചത്. മെയിൽ, എക്സ്പ്രസ്, നോൺ AC ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 2 പൈസയും ഉയരും. മെയിൽ, എക്സ്പ്രസ്, AC ക്ലാസ് 2 പൈസയും AC അല്ലാത്ത 500 കിലോമീറ്റർ യാത്രയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. അടുത്ത അറിയിപ്പ്, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെ നോക്കാമെന്ന ആശങ്ക വേണ്ട. ഓൺലൈനായി തന്നെ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ കയറി ജില്ലയും നിയമസഭാ മണ്ഡലവും മറ്റ് വിവരങ്ങളും നൽകിയാൽ പട്ടിക പരിശോധിക്കാം. electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. വോട്ടർ ID നമ്പർ നൽകി പരിശോധിക്കാൻ കഴിയും. ബന്ധുവിൻ്റെ പേര്, ജനനതീയതി, വയസ്സ് എന്നീ വിവരങ്ങൾ നൽകിയും പരിശോധിക്കാം. മൊബൈൽ നമ്പർ നൽകിയാലും കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ഇപ്പോൾ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് മന്ത്രിസഭായോഗം അംഗീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഉപയോഗിക്കാവുന്നതും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയും വിധത്തിലുള്ള നിയമ പിൻബലത്തോടുകൂടിയ ആധികാരിക രേഖയായാണ് കാർഡ് നൽകുകയെന്നും പറഞ്ഞു. അടുത്ത അറിയിപ്പ്, ബാങ്ക് ഇടപാടുകൾക്ക് ആശ്വാസകരമാവുന്ന ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിലെ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് RBI താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ചെക്കുകൾ അതിവേഗം ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന തുടർച്ചയായ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓൺ റിയലൈസേഷൻ പദ്ധതിയുടെ 2ാം ഘട്ടമാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നീട്ടിയിരിക്കുന്നത്. 2026 ജനുവരി 3 മുതൽ ഈ സംവിധാനം പ്രവർത്തനക്ഷമമാകുമെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്. പുതിയ സാങ്കേതിക മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ ബാങ്കുകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നതിനാണ് RBI ഇത്തരമൊരു തീരുമാനമെടുത്തത്. അടുത്ത അറിയിപ്പ്, 1 ലക്ഷം കഴിഞ്ഞിട്ടും സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ്. ഇന്ന് വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ്. 1 പവൻ സ്വർണ്ണത്തിന് 1,02,680 രൂപയാണ് വില. 1,02,120 രൂപയായിരുന്നു ഇന്നലെ 1 പവന് കൊടുക്കേണ്ടിയിരുന്നത്. പവന് 560 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമിന് 70 രൂപ വച്ചാണ് കൂടിയത്. ഇന്നലെ 12,765 രൂപയായിരുന്നു ഗ്രാമിന് വില. ഇന്നത് 12,835 രൂപയായി. അടുത്ത അറിയിപ്പ്, സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. സപ്ലൈകോ വിൽപ്പനശാലകളിൽ വെളിച്ചെണ്ണ വില വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ലിറ്ററിന് 319 രൂപ സബ്സിഡി നിരക്കിൽ നൽകുന്ന ശബരി വെളിച്ചെണ്ണ 309 രൂപയ്ക്ക് നൽകും. നിലവിൽ കാർഡൊന്നിന് 1 ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കുന്ന സ്ഥാനത്ത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ 2 ലിറ്റർ വീതം ലഭ്യമാക്കും. ഇതിനു പുറമെ സബ്സിഡിതര നിരക്കിൽ 329 രൂപയ്ക്കും വെളിച്ചെണ്ണ ലഭിക്കും. ജനുവരി മാസത്തിലും 2 ലിറ്റർ വെളിച്ചെണ്ണ ഈ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ഇതോടൊപ്പം സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയും ക്രിസ്മസ് ഫെയറിനോടനുബന്ധിച്ച് പരിഷ്കരിച്ചിട്ടുണ്ട്. ഉഴുന്ന്, കടല, വൻപയർ, തുവരപ്പരിപ്പ് എന്നീ ഇനങ്ങളുടെ വിലകളും കുറച്ചു. പ്രമുഖ ബ്രാൻഡുകളുടെ 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% മുതൽ 50% വരെ വിലക്കുറവും ലഭിക്കും. അതോടൊപ്പം നിലവിൽ നൽകി വരുന്ന 20 കിലോഗ്രാം അരി 25 രൂപയ്ക്ക് ഫെയറുകളിൽ ലഭിക്കും. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡിയിതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 1 കിലോ ശബരി ഉപ്പ് 1 രൂപയ്ക്ക് നൽകും. അതോടൊപ്പം കേക്ക്, പഞ്ചസാര, തേയില, പായസം മിക്സ്, ശബരി അപ്പംപൊടി മസാലകൾ എന്നിവയടങ്ങിയ 667 രൂപയുടെ 12 കിറ്റ് 500 രൂപയ്ക്കും ലഭ്യമാകും. ജനുവരി 1 വരെയാണ് ഫെയറുകൾ ഉണ്ടാവുക. അതിനാൽ അതിനു മുൻപായി തന്നെ എല്ലാവരും ഇത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.